ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. ഒരു ഡേറ്റ സ്ട്രക്ചറിൽ നമുക്ക് വിവിധ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തത് ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിംഗ്, സോർട്ടിങ്, മെർജിങ് എന്നിവയാണ് മറ്റുള്ളവ. അപ്പോൾ ആദ്യം എന്താണ് ട്രാവേഴ്സിങ് എന്ന് നോക്കാം. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ ആക്സസ് ഈച്ച് എലമെൻറ്റ് വൺസ് ആൻഡ് പ്രോസസ് ഇറ്റ്. അതായത് ആക്സസ് ഈച്ച് എലമെൻറ്റ് വൺസ്, ഒരു ഡേറ്റ സ്ട്രക്ചറിലെ ഓരോ എലമെൻറ്റിനെയും ഒരു പ്രാവശ്യം ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ വിസിറ്റ് എന്ന് പറയാം. ഒരു ഡേറ്റ സ്ട്രക്ചറിലെ ഓരോ എലമെൻറ്റിനെ ഒരേ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുക, അതിലെന്തെങ്കിലും ഒരു പ്രോസസ് അപ്ലൈ ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അറേ എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ എടുക്കാം. ഇപ്പോൾ ഒരു സിമ്പിൾ അറേ ഞാനിവിടെ വരച്ചു. 5, 6, 7 ഇതാണ് എലമെൻറ്റ്സ്. 0th പൊസിഷൻ 1, 2, 3. ഇതിൽ ഓരോ എലമെൻറ്റിനെയും ഒരു പ്രാവശ്യം ആക്സസ് ചെയ്യുക, ഒരേ ഒരു പ്രാവശ്യം മാത്രം ആക്സസ് ചെയ്യുക, അതിനെ പ്രോസസ് ചെയ്യുക. ഫസ്റ്റ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നു, അത് 5 ആണ്. ഞാൻ അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, അപ്പോൾ അതൊരു പ്രോസസ്സാണ്. എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ 10 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു, സ്ക്രീനിൽ 10 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുന്നു, 6 എടുക്കുന്നു, അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, അതായത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. 12 ആണ്, അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അടുത്ത 7 എടുക്കുന്നു, അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, അത് ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് പ്രോസസ്സാണ് അപ്ലൈ ചെയ്തത്? ഓരോ എലമെൻറ്റിനെയും എടുത്തതിന് ശേഷം, ആക്സസ് ചെയ്തതിന് ശേഷം അതിനെ ഡബിൾ ചെയ്ത് പ്രിന്റ് ചെയ്തു എന്ന് പറയുന്ന പ്രോസസ്സാണ് അപ്ലൈ ചെയ്തത്. ഡബിൾ ആൻഡ് പ്രിന്റ്, അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത പ്രോസസ്സ്. അപ്പോൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് ആക്സസ് ഈച്ച് എലമെന്റ് വൺസ് ആൻഡ് പ്രോസസ് ഇറ്റ്. നെക്സ്റ്റ് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ആൻ എലമെന്റ്. ഒരു സ്ട്രക്ചറിലെ ഏതൊരു എലമെന്റിന്റെയും പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 6 എന്ന് പറയുന്ന എലമെന്റ് സെർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ 10 സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാലോ, 10ന്റെ പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ 10 ഈ സ്ട്രക്ചറിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് റിട്ടേൺ വരുന്ന ആൻസർ നോട്ട് ഫൗണ്ട് എന്നുള്ളതായിരിക്കണം. ഇനി നെക്സ്റ്റ് ഇൻസേർട്ടിംഗ് എന്ന് പറയുന്നത്, ആഡ് എ ന്യൂ എലമെന്റ് ടു ദ സ്ട്രക്ചർ. സ്ട്രക്ചറിലേക്ക് ഒരു പുതിയ എലമെന്റ് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു 1 എന്ന് പറയുന്ന എലമെന്റ് ആഡ് ചെയ്യണം. അപ്പോൾ തീരുമാനിക്കേണ്ടത് 1 എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യമേ നോക്കണം, ഇതിനകത്ത് സ്പേസ് ഉണ്ടോ നോക്കണം. 1 ആഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കൂടെ ഈ സ്ട്രക്ചറിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പേസ് ഉണ്ട്. ഇനി എവിടെ ആഡ് ചെയ്യണം? ഞാൻ പറയുന്നു ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ 3rd പൊസിഷനിലേക്ക് ആഡ് ചെയ്യുക. അതിനെയാണ് ഇൻസേർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും നമുക്ക് ലാസ്റ്റ് പൊസിഷനിൽ മാത്രമല്ല ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇൻസേർട്ട് ചെയ്യുന്ന ഏത് പൊസിഷനിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ 2nd പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2nd പൊസിഷനിൽ ഓൾറെഡി വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 3rd പൊസിഷൻ ഫ്രീ ആണ്. ഈ 7ലെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുക. അപ്പോൾ ഇവിടെ ഫ്രീ ആവും. എന്നിട്ട് ആ 1നെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 6 ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 6നെ ഇങ്ങോട്ട് മാറ്റണം. പക്ഷേ ഇവിടെ ഓൾറെഡി 7 ഉണ്ട്. അതുകൊണ്ട് എന്താ, 7നെ ഇങ്ങോട്ട് മാറ്റുക, ഇവിടെ ഫ്രീ ആയി. 6 ഇങ്ങോട്ട് മാറ്റുക, ഇവിടെ 1നെ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഡിലീറ്റിംഗ് ആണ്. റിമൂവ് ആൻ എലമെന്റ് ഫ്രം ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൽ നിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5
റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. 5 റിമൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5ന്റെ സ്ഥാനത്ത് 5 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കുമല്ലോ. അപ്പോൾ 6നെ എടുത്ത് 5ന്റെ സ്ഥാനത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഫ്രീ ആവും. 7നെ എടുത്ത് ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു എലമെന്റിനെ നീക്കി കഴിഞ്ഞാൽ ഡിലീഷൻ എന്നുള്ളത് ആയിക്കഴിഞ്ഞു. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റിന്റെ റൈറ്റ് സൈഡിലുള്ള എലമെന്റ് മുതൽ ഏറ്റവും അവസാനത്തെ എലമെന്റ് വരെ ഒരു പൊസിഷൻ ഇടത്തേക്ക് നീക്കി വെച്ചാൽ മതി. 6നെ ഒരു പൊസിഷൻ ഇടത്തേക്ക് നീക്കി, 7നെ ഒരു പൊസിഷൻ ഇടത്തേക്ക് നീക്കി. അപ്പോൾ ഡിലീഷനായി. ഇനി സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ദ റെക്കോർഡ്സ് ഇൻ സം ലോജിക്കൽ ഓർഡർ. അതായത് ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ 1 കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ സ്ട്രക്ചറിലെ എലമെന്റ്സിനെ ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് സോർട്ടഡ് അല്ല, ഞാൻ എഴുതുന്നു 1 5 6 7 എന്ന് എഴുതുന്നു, അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്. അല്ലെങ്കിൽ 7 6 5 1 എന്ന് എഴുതുന്നു, അത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്. ഇനി ആൽഫബറ്റിക് ഓർഡറിലും സോർട്ട് ചെയ്യാം. ഏതെങ്കിലും ലോജിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മേർജിങ് ആണ്. മേർജിങ് എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ദ എലമെന്റ്സ് ഓഫ് 2 സോർട്ടഡ് സ്ട്രക്ചേഴ്സ് ഇൻ ടു എ സിംഗിൾ സോർട്ടഡ് സ്ട്രക്ചർ. 2 സോർട്ടഡ് സ്ട്രക്ചറിനെ സോർട്ട് ചെയ്തിരിക്കുന്ന, ഞാനിപ്പോൾ സോർട്ടിംഗ് കൂടെ പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലെ സോർട്ട് ചെയ്തിരിക്കുന്ന 2 സ്ട്രക്ചറിനെ എടുത്തിട്ട് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സ്ട്രക്ചർ ആക്കി, അതും സോർട്ടഡ് സ്ട്രക്ചർ ആക്കി മാറ്റുക. അതാണ് മേർജിങ് എന്ന് പറയുന്നത്.